ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഫീഡിങ് കുർത്തിയിൽ എങ്ങനെ സിബ് അറ്റാച്ച് ചെയ്യാം, വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇന്ന് കാണിക്കുന്നത്. നൈറ്റി ബിറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. കൂടെ 2 ഇൻവിസിബിൾ സിബ് എടുത്തിട്ടുണ്ട്. സൈസ് വരുന്നത് 36 ആണ്. ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ യോക്ക് പാർട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് തുണി നമുക്ക് 2 ആക്കിയാണ് മടക്കിയിട്ട് കൊടുക്കേണ്ടത്. ചെസ്റ്റ് സൈസ് വരുന്നത് 36 ആണ്. അപ്പോൾ നമ്മളതിൻ്റെ 4/1 ഭാഗം എടുക്കുമ്പോൾ 9 ഇഞ്ചസ് ആണ് നമുക്ക് കിട്ടുക. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും 1/2 ഇഞ്ച് നമുക്ക് സീം അലവൻസും കൊടുക്കാം. അപ്പോൾ ടോട്ടൽ 11 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. ഈ 11 ഇഞ്ചിലാണ് നമ്മൾ ആദ്യം തന്നെ 2 ആക്കി മടക്കി കൊടുക്കേണ്ടത്. ഇനി ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ 11 ഇഞ്ചിൽ നമുക്ക് 2 ആക്കി മടക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. 13 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് അതിൻ്റെ പകുതി 6.5 ഇഞ്ചാണ്. എന്നാൽ ഇവിടെ സിബ് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ 7.5 എടുക്കേണ്ടത്. ഇനി 7 എടുക്കുന്നവരാണെങ്കിൽ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് 8 എടുക്കണം. എന്നാൽ ആം ഹോളിലൊരു മാറ്റമില്ല, 6.5 തന്നെ കൊടുത്താൽ മതി. ഇനി ആം ഹോൾ അവസാനിക്കുന്നിടത്ത് നമുക്ക് ചെസ്റ്റ് ലൈൻ കൊടുക്കാം. നേരത്തെ നമുക്ക് കിട്ടിയിരുന്നു 11 ഇഞ്ച്. ഇനി മേലെ നിന്നും നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് നോക്കാം. ഇവിടെ 13.5 എനിക്ക് വേണ്ടത്. കൂടെ നമ്മൾ സ്റ്റിച്ചിങ് അലവൻസ് ആയിട്ട് 1 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 14.5 എടുക്കേണ്ടത്. ഈ വേസ്റ്റ് ലെങ്ത്ത് തന്നെയാണ് നമ്മുടെ യോക്ക് പോർഷൻ്റെ ടോട്ടൽ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. ഇനി 14.5 നമ്മൾ മാർക്ക് ചെയ്തില്ലേ, ആ ഭാഗത്തെ വണ്ണമാണ് എടുക്കേണ്ടത്. നമുക്ക് വരുന്നത് 32 ആണ്. അതിൻ്റെ 4/1 ഭാഗം എടുക്കുമ്പോൾ 8 ഇഞ്ച്, കൂടെ 1/2 ഇഞ്ച് ലൂസും 1/2 ഇഞ്ച് സീം അലവൻസും കൊടുക്കാം. അപ്പോൾ ടോട്ടൽ 10 ഇഞ്ചാണ് കൊടുക്കേണ്ടത്. ഇനി ഈ 2 പോയിന്റുകളും നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ സൈഡിലൊരു 1/2 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തിട്ട് ഒന്ന് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. സൈഡ് തൂങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ആം ഹോളിൻ്റെ പകുതിയിൽ നിന്ന് ചെസ്റ്റിലേക്ക് നമുക്ക് ആം ഹോൾ കർവ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് നോക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ കൊടുക്കുന്നത് 3 ഇഞ്ചാണ്. ലെങ്ത്ത് കൊടുക്കുന്നത് 5.5 ഇഞ്ചാണ്. ആദ്യം ഞാൻ 5 ഇഞ്ചാണ് കൊടുത്തത്. പിന്നീട് 1/2 ഇഞ്ചും കൂടിയും കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ പോയിന്റുകളൊന്ന് ജോയിൻ ചെയ്തൊരു ബോക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്കിൽ നിന്ന് ഷോൾഡറിലേക്ക് ഇതുപോലെ ഒരു 1/2 ഇഞ്ചിലൊരു സ്ലോപ്പ് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനത് ഇപ്പോൾ കൊടുക്കാൻ വിട്ടുപോയി. സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്താണ് 1/2 ഇഞ്ച് കുഴിച്ച് കൊടുത്തത്. ഇനി നമുക്ക് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റുകളിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സിബിനുള്ള മെഷർമെൻറ്റുകൾ നോക്കാം. യോക്ക് പോർഷൻ ഇവിടെ 2 ആക്കി മടക്കിയിട്ട് കൊടുക്കാം. ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് ഇവിടെ നിന്നൊരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 4.5 എല്ലാവർക്കും ഒരേ അളവായിരിക്കില്ല. ഈ 4.5 കിട്ടിയത് എങ്ങനെയെന്ന് നോക്കാം. നമ്മുടെ 2 ബ്രസ്റ്റിൻ്റെ പോയിന്റുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, അതാണ് എടുക്കേണ്ടത്. അതെനിക്ക് കിട്ടിയിരിക്കുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പകുതി എടുക്കണം, അതായത് 3.5 ഇഞ്ച്. എന്നിട്ട് അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 4.5. അങ്ങനെയാണ് 4.5 കിട്ടിയിട്ടുള്ളത്. ഇനി ആ പോയിന്റിൽ സ്കെയിൽ ഇതുപോലെ വെച്ചിട്ട് മേലെ തുടങ്ങി താഴ്ഭാഗം വരെ നമുക്കൊരു ലൈൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ 3 പീസായിട്ടാണ് നമുക്ക് കിട്ടുക. സിബ് നമുക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ വെക്കാം. മേലേന്ന് താഴ്ഭാഗം വരെ ഫുള്ളായിട്ട് വെക്കാം. അതല്ലെങ്കിൽ ഹാഫായിട്ടും വെക്കാം. അതുപോലെ സിബിൻ്റെ ഓപ്പണിംഗ് ഞാൻ താഴേന്ന് മേലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി അതല്ലെങ്കിൽ നമുക്ക് തിരിച്ചും വെച്ച് കൊടുക്കാവുന്നതാണ്. മേലേന്ന് ഞാൻ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി താഴേന്ന് ഒരു 1.25 ഇഞ്ച് വിട്ടിട്ട് ഒരു മാർക്കിംഗ് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ഈ 2 പോയിൻ്റ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിലാണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്.
ഇനി ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും മേലെ നിന്ന് 7 ഇഞ്ചിൽ തുടങ്ങി താഴ്ഭാഗത്തൊരു 1.25 ഇഞ്ച് വിട്ടിട്ട് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 4 പോയിൻറ്റുകൾ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള 2 ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ടിൻ്റെയും നല്ല ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് മേലേന്ന് താഴ്ഭാഗം വരെ നമുക്ക് ഒരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. മേലെ നിന്ന് നമുക്ക് ഈ 7 ഇഞ്ച് വരെ നോർമൽ സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം ഈ 2 പോയിൻറ്റുകൾ ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് ലോങ് സ്റ്റിച്ചാണ് കൊടുക്കേണ്ടത്. പിന്നീട് അതിനുശേഷം നോർമൽ സ്റ്റിച്ച് കൊടുക്കാം. കാരണം നമുക്ക് ഈ ലോങ് സ്റ്റിച്ച് ഉണ്ടല്ലോ, അത് ലാസ്റ്റ് നമുക്ക് അഴിച്ചിട്ട് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ ലോങ് സ്റ്റിച്ച് കൊടുക്കുന്നത്. സ്റ്റിച്ചിങ് നോക്കാം. മേലെ നമുക്ക് കെട്ടിട്ട് കൊണ്ട് തുടങ്ങാം. ഇനി 7 ഇഞ്ച് വരെ സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. 7 ഇഞ്ച് എത്തുമ്പോൾ നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇനി ഇവിടെ നിന്നും താഴേക്ക് നമ്മൾ ലോങ് സ്റ്റിച്ചാണ് കൊടുക്കേണ്ടത്. നോർമലി നമ്മൾ 3 ഇവിടെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കൊടുക്കാറുള്ളത്. അവിടെ ചേഞ്ച് ആക്കിയിട്ട് നമുക്ക് 4 കൊടുക്കാം. അപ്പോൾ ലോങ് സ്റ്റിച്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത പോയിൻ്റ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി താഴ്ഭാഗത്ത് ബാക്കിയുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലെങ്ത്ത് കുറച്ച് 3 തന്നെ ഇട്ട് കൊടുക്കാം. കെട്ടിട്ട് കൊണ്ട് തുടങ്ങണം. എന്നിട്ട് താഴ്ഭാഗം വരെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 2 തയ്യൽ തുമ്പിനെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നിവർത്തി വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. ശേഷം നമ്മൾ അതിലാണ് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി ഇതുപോലെയാണ് നമ്മൾ സിബ് വെച്ച് കൊടുക്കേണ്ടത്. ഇതിൻ്റെ സിബിൻ്റെ ലോക്ക് ഉണ്ടല്ലോ, കൊളത്ത് വരുന്ന ഭാഗം, അത് ഉള്ളിലേക്ക് ആക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് 2 സൈഡിലും പിൻ കുത്തി കൊടുക്കാം. ഇനി സിബിൻ്റെ പല്ലുണ്ടല്ലോ, അതിൻ്റെ അരികിലൂടെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഒരു ബോക്സ് പോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. 1 സൈഡ് ഫൂട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ പല്ലിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലോക്കിനെ നമ്മളൊന്ന് താഴത്തേക്ക് നീക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ലോക്കിൻ്റെ ഭാഗത്തുമ്പോൾ നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് ലോക്കിനെ നമുക്കൊന്ന് മേലേക്ക് ആക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇനി ഈ ഭാഗം എത്തിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് സൂചി കുത്തി നിർത്തുക. അതിന് ശേഷം തുണി നമുക്കൊന്ന് ടേൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ടേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഒന്നും കൂടി സൂചി കുത്തി നിർത്തിയിട്ട് നമുക്ക് തുണിയൊന്ന് ടേൺ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ബാക്കി ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇവിടെ എത്തുമ്പോൾ നമുക്ക് ആ ലോക്കിനെ മേലേക്കാക്കി വെച്ചിട്ട് ഒരു ബോക്സ് പോലെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു സൈഡിൽ സിബ് വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ലോങ് സ്റ്റിച്ച് കൊടുത്ത ഭാഗം ഉണ്ടല്ലോ, 7 ഇഞ്ച് തുടങ്ങി താഴെ 1.25 ഇഞ്ച് വരെ, ആ സ്റ്റിച്ചിനെ നമുക്കൊന്ന് അഴിച്ചെടുക്കാം. അതായത് സെൻറ്ററിൽ വരുന്ന സ്റ്റിച്ചാണ് ലോങ് സ്റ്റിച്ച്, അതാണ് അഴിച്ചെടുക്കേണ്ടത്. സിബ് ഒട്ടും തന്നെ വെളിയിലേക്ക് കാണില്ല. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എക്സ്ട്രാ വരുന്ന സിബിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി മറ്റേ സൈഡിൽ നമുക്ക് ഇതുപോലെ തന്നെ സിബ് അറ്റാച്ച് ചെയ്തെടുക്കാം.
ഇപ്പോൾ സിബ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ സെൻറ്ററിൽ വരുന്ന സ്റ്റിച്ച് ഉണ്ടല്ലോ, ലോങ് സ്റ്റിച്ച്, അതിനെ നമുക്കൊന്ന് അഴിച്ചെടുക്കണം. ഇനി എക്സ്ട്രാ വരുന്ന സിബിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നല്ല നീറ്റായിട്ട് തന്നെ 2 സിബും നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.